ആരും യാസീൻ ഓതരുത് എന്ന്. പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോയല്ലേ, ഇത് കംപ്ലീറ്റ് കേൾക്കണം. നമ്മുടെ ഖുർആന്റെ ഹാർട്ട് ഉണ്ടല്ലോ, സൂറത്ത് യാസീൻ, അത് നമ്മൾ പേരൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാം, കുഴപ്പമൊന്നുമില്ല. യാസീൻ ഓതണം, യാസീന് ഓതിയിട്ടേ കിടക്കാവൂ എന്നൊക്കെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ആരും യാസീൻ ഓതരുത് എന്ന്. യാസീൻ എന്ന് പറയുന്നത് സീൻ മദ്ദുൽ ആസിം ഉള്ള ഒരു ആയത്താണ്. അതുകൊണ്ട് യാസീൻ ഓതണം എന്നൊക്കെ പറയാമെങ്കിലും ഓത്തിലേക്ക് വന്നാൽ യാസീൻ ഇല്ല, ഓത്തിലേക്ക് വന്നാൽ യാസീൻ മദ്ദുൽ ആസിമാണ്, 3 അലിഫാണ്, 6 ഹർക്കത്ത് ലെങ്ത് അതിന് വേണം. അങ്ങനെ മാത്രമേ ഓതാവൂ, അപ്പോഴേ അത് ഖൽബുൽ ഖുർആൻ ആവുള്ളൂ, ഖുർആന്റെ ഹാർട്ട് ആവുള്ളൂ. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം, അല്ലേ? യാസീൻ വൽ ഖുർആനി എന്താണ് സുബ്ഹാനല്ലാഹ്. മുത്തവാത്തിറായ മുഴുവൻ ഖിറാഅത്തിലും മദ്ദുൽ ലാസിം 3 അലിഫാണ്. നീട്ടിക്കോളണം, എന്നാൽ മാത്രമേ അത് ഖുർആന്റെ ഹാർട്ട് ആവുള്ളൂ. ആ ഹാർട്ടിനെ നോക്കിയേ, ഒന്നോർക്കണേ ഖുർആന്റെ ഹാർട്ടായ യാസീൻ, അറ്റാക്ക് ബ്ലോക്ക് വരാതെ കാക്കൂ യാസീൻ. ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹാർട്ടിന് ബ്ലോക്ക് വരാൻ പാടില്ല. അതായത് ഇഖ്ഫാ പോകാൻ പാടില്ല, മദ് പോകാൻ പാടില്ല, ശദ്ദ് പോകാൻ പാടില്ല. ഖൽബുൽ ഖുർആൻ ആകുന്ന യാസീനിന്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാ. അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ കറക്റ്റ് യാസീൻ അങ്ങനെ തന്നെ 3 അലിഫ് നീട്ടിയിട്ട്, പിന്നെ അതിന്റെ ലെങ്ത് ഒക്കെ ഓത്തിന്റെ സ്പീഡിനനുസരിച്ചിട്ടാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. ഓക്കെ.